അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 37-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. എവിടെയാണ് നമ്മൾ കഥ വെച്ചത് എന്ന് അന്തറോബ് ദ്വീപുകാരനായ മുത്തുക്കോയ തങ്ങൾ തന്നെ പറയട്ടെ, അതായിരിക്കും നല്ലത്. തങ്കക്കാനി മകൻ കേറിമൂറിക്കകം സന്തോഷ പൊന്മുഖം കണ്ടുടനെ സൂക്ഷിച്ചന്ന് ശ്രദ്ധയിൽ കുട്ടിയെ നോക്കും, പിന്നെ തിരിഞ്ഞുടൻ പോട്ടമിൽ പാർക്കും, തന്നെ ഇരുന്നവർ പിന്നെയും ഓർക്കും, സംഗതി ഒന്നും അറിയാണ്ടെന്ന്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിലെ രാജാവാണ്. ജ്യേഷ്ഠന്മാരാണ് ഭക്ഷണത്തിന് വന്നിട്ടുള്ളത്. അവർക്ക് ഭക്ഷണിക്കാൻ വേണ്ടി വലിയൊരു ഹാള് തരപ്പെടുത്തി കൊടുത്തു. ആ ഹാളിൽ ഭക്ഷണം കഴിക്കാനിരുന്നു. രണ്ടാളുകളായി ഇരുന്നപ്പോൾ ബുന്യാമീൻ തനിച്ചു. രണ്ടാമത്തെ വരവിൽ 11 ആളുകൾ ബുന്യാമീനെ കൂട്ടി രാജാവ് വരാൻ പറയുകയും അതനുസരിച്ച് ബുന്യാമീനും വന്നിട്ടുണ്ട്. ഈ 2 ആളുകൾ വീതം ടേബിൾ ഒരുക്കിയെന്ന് മാത്രമല്ല, അപ്പോൾ ബുന്യാമീൻ തനിച്ചു. 11ാമത്തെ ആളായ ബുന്യാമീൻ തനിച്ചു. പക്ഷേ അവർക്ക് ആ റൂമിലിരുന്ന് ഭക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല. കാരണം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവർ ചെയ്ത എല്ലാ തമ്മാടിത്തരങ്ങളും, അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ടതും മുമ്പ് ചെയ്ത എല്ലാ ഉപദ്രവങ്ങളും, ഉപദ്രവം ഏൽപ്പിച്ചതും, ശംഉൻ കഴുത്തിൽ നിന്ന് അത് തോളിൽ വെച്ച് കൊണ്ടുപോയ ശംഉൻ നിലത്തേക്ക് കളിസ്ഥലത്ത് അവിടെ എറിഞ്ഞതും എല്ലാം യൂസുഫ് നബിയെ എന്തെല്ലാം അവർ മുമ്പ് ജ്യേഷ്ഠന്മാർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു ഫോട്ടോകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുമരിലൂടെ. ആ റൂമിലാണ് അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തിന്നാൻ പോണില്ല, ഞങ്ങൾക്ക് വേറെ റൂം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേറെ റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ ആക്കി. ആ സമയത്ത് ഇവിടെ ബുന്യാമീൻ തനിച്ചപ്പോൾ ബുന്യാമീൻ ഇങ്ങനെ അന്തം മുട്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് അപ്പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോളെന്ന് പറഞ്ഞപ്പോൾ ബുന്യാമീൻ പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. ആ ഫോട്ടോത്തിൽ നോക്കിയിരിക്കുകയാണ് ആര്? ബുന്യാമീനും. അപ്പോൾ ബുന്യാമീൻ ഇങ്ങനെ കരീനുമുണ്ട്. ആ സമയത്ത് മൈശനെ വിളിച്ചിട്ട് യൂസുഫ് നബി തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, വേഗം ഓടിച്ചെന്ന് ബുന്യാമീന് കൂട്ടുകാരനായി അവിടെ ഇരിക്കാനും മറ്റ് ജോലിക്കാരനെ വിളിച്ച് എന്താ വേണ്ട ആവശ്യമുള്ളത് വെച്ചെങ്കിൽ ഭക്ഷണം എന്തൊക്കെ കൊടുക്കാനും വേണ്ടി പറഞ്ഞ് അങ്ങനെ മൈശനെ വിളിച്ച്, അതായത് തൻ്റെ പുത്രൻ യൂസുഫ് നബിയുടെ 2 മക്കളുണ്ട്, അതിൽ മൈശനെ വിളിച്ചിട്ട് വേഗം ബുന്യാമീന് തുണക്കയെല്ലാൻ വേണ്ടി പറഞ്ഞയക്കൂടാണ്. അങ്ങനെ വേഗം ചെന്നു എന്ന് മാത്രമല്ല, ബുന്യാമീൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കസേരയിൽ അവിടെ യൂസുഫ് നബിയുടെ രാജാവായ യൂസുഫിൻ്റെ മകൻ അവിടെ മൈശ അവിടെ ചെന്നിരുന്നു. ആ സമയത്താണ് തങ്കക്കാനി മകൻ അങ്ങനെ ചെന്ന് ശ്രദ്ധയിൽ കുട്ടിയെ നോക്കും, പിന്നെ തിരിഞ്ഞുടൻ ഫോട്ടമിൽ പാർക്കും. അപ്പോൾ ബുന്യാമീന് ചുമരിൽ പതിച്ചതായിരിക്കുന്ന ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. യൂസുഫ് നബിനെ കാണിച്ചത് മുമ്പ് അണ്ണന്മാർ കാണിച്ചതൊക്കെ ഈ ഫോട്ടോയിലുണ്ട്. ജിബിയിൽ കൊടുക്കുന്ന ഫോട്ടോ ആണ്, ചുമരിൽ വെച്ചുകൊണ്ടു. ഫോട്ടോയിലേക്കും നോക്കും, മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്കും നോക്കും. ആര്? ബുന്യാമീൻ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അനിയനായ ബുന്യാമീൻ. ആ സമയത്ത് അന്ന് സുകുമാരൻ എന്താണ് മെയ്യെന്നെ വല്ലാതെ സൂക്ഷിച്ച് നോക്കിയിടുന്ന്. അപ്പോതിൽ ബുന്യാമീൻ ചൊല്ല് മണി മോനെ, ആരാണുനക്കുള്ള ഭാവ എന്ന്. ആ സമയം ഈ കുട്ടിയെയും ഫോട്ടത്തിലും നോക്കിക്കൊണ്ടിരിക്കുന്ന ബുന്യാമീന് ആകെ അന്തം പൊട്ട. ബുന്യാമീൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പിട്ടും നോക്കും, കീപ്പിട്ടും നോക്കും, ഫോട്ടോത്തേക്കും നോക്കും, കുട്ടിയുടെ മുഖത്തേക്കും നോക്കും. അപ്പോൾ കുട്ടി ചോദിച്ചു, യൂസുഫ് നബിയുടെ കുട്ടിയാകുന്ന മൈശ ചോദിച്ചു ബുന്യാമീനോട്, എന്താണ് നിങ്ങൾ ഇന്നെ വല്ലാതെ സൂക്ഷിച്ചു നോക്കണത് എന്ന്. ഉടനെ തന്നെ മോഹനായ ബുന്യാമീൻ അവിടുന്ന് പറയുകയാണ്, അപ്പോതിൽ ബുന്യാമീൻ ചൊല്ല് മണി മോനെ, ആരാണുനക്കുള്ള ഭാവ എന്ന്. ഉന്നുന്ന് കുട്ടി നാട് ഭരിക്കുന്ന രാജൻ അസീസൻ്റെ ഭാവയാണ്. അപ്പോൾ പറഞ്ഞു, ഈ നാട്ടിലെ രാജാവിൻ്റെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞു ബുന്യാമീനോട്.
ഉന്നുന്ന് കുട്ടി നാട് ഭരിക്കുന്ന രാജൻ അസീസൻ്റെ ബാവയാണേ. ഓമന കുഞ്ഞെ പിന്നെന്താണ് കണ്ടപ്പോൾ ചോര തിളച്ച് മറിഞ്ഞ് പോണ്. സുബ്ഹാനല്ലാഹ്. ഈ സമയം ബുന്യാമീൻ പറയാണ്, കുട്ടിയെ പിന്നെ എന്താണ് അന്നെ കാണുമ്പോൾ എൻ്റെ ചോര തിളക്കണത് എന്ന് ചോദിക്കുകയാണ്. നിന്നെ കാണുമ്പോൾ എൻ്റെ ചോര തിളക്കണുണ്ട്, എന്താ സംഭവം എന്നേ മൊള്ളിക്കന്ന് കുട്ടി അവിടെന്നും ഓടി പിതാവിൻ്റെ അടുത്ത് വന്നേ. ഈന്തേ വിവരങ്ങൾ ബിണ്ടുടൻ പാരൻ്റെ മുത്ത് മകനെ എന്നൊത്ത് പിന്നെ. അങ്ങനെ കുട്ടി ഇതിങ്ങോട്ട് ചോദിച്ചപ്പോൾ ചോര തിളച്ചു പോകണ്ടെന്ന് ബുന്യാമീൻ പറഞ്ഞപ്പോൾ കുട്ടി വാപ്പാൻ്റെ അടുത്ത് ഒറ്റ ഓട്ടാം. യൂസുഫ് നബിയുടെ അടുത്തേക്കേ, രാജാവ് യൂസുഫ് നബിയാണല്ലോ. ഓടിയെന്ന് മാത്രല്ല മന്നം തരുളാലെന്നൂണുകൾ കൊണ്ടൊന്ന് രഹിവർക്കായിട്ടോരോ ആയുധത്ത് വന്നിരി പേരായിരുന്നവർ തിന്നാൻ തുടങ്ങിയതിൽ ബുന്യാമീൻ തനിത്ത്. അപ്പം മറ്റോരോ റൂമിലേക്ക് മാറ്റിക്കണം. ഇവിടെ തിന്നാൻ പോണില്ല, ഈ റൂമിൽ തിന്നാൻ പോണില്ല, കാരണം ഈ ഫോട്ടോകൾ കണ്ടിട്ടെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് റൂമിലേക്ക് മാറ്റിക്കണം. അപ്പോൾ ഒരു റൂമിലേക്ക് മാറ്റി ഭക്ഷണങ്ങളൊക്കെ ഒലിക്ക് കൊടുന്നു കൊടുത്തു എന്ന് മാത്രമല്ല, അപ്പോഴും ബുന്യാമീൻ തനിച്ചു. അപ്പോൾ ബുന്യാമീൻ തനിച്ചു എന്ന് മാത്രമല്ല, ബുന്യാമീൻ്റെ ടേബിളിൽ ബുന്യാമീൻ മാത്രമാണുള്ളത്. മറ്റവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുന്നെടുത്ത് ഒരു സുഭിക്ഷമായി ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു മറ്റു ജ്യേഷ്ഠന്മാർ. പക്ഷെ ബുന്യാമീൻ അവിടെയും തനിച്ചു. ആ സമയത്ത് തന്നെ ഇരുന്നവർ വിങ്ങിക്കരഞ്ഞെൻ്റെ അണ്ണൻ യൂസുഫ് ഇന്നിയുലകം തന്നിൽ ഹയാത്തെങ്കിൽ റബ്ബി എനിക്ക് വരൂരായിരുന്നല്ലോ ഈ ദുരിതം. അപ്പോൾ ബുന്യാമീൻ ഒന്നും കഴിക്കാതെ ഭക്ഷണത്തിന് മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. വളരെ സങ്കടപ്പെട്ട് വ്യസനപ്പെട്ടിരിക്കുന്ന സമയത്താണ് പറയണേ, ഞാൻ എന്താ ഭക്ഷണം കഴിച്ചോളൂ എന്ന് ബുന്യാമീനോട് വന്ന് വേലക്കാർ വന്ന് പറയുന്നുണ്ട്. പക്ഷേ ബുന്യാമീൻ പറഞ്ഞു, ഞാൻ ഈ ഒറ്റയ്ക്കൊരു ടേബിളിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നല്ലോ. എൻ്റെ അണ്ണൻ യൂസുഫ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഈ ഗതികേട് വരില്ലായിരുന്നല്ലോ. എനിക്കും ഒരു കൂട്ടുകാരനൊരു തുണ ഈ ടേബിളിൽ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബുന്യാമീൻ പൊട്ടിക്കരയുകയാണ്. ഈ സമയത്ത് മുന്നീ പോലെ മുഷിത്തിരിക്കുമ്പോതിൽ വന്ന രസൻ ബുന്യാമീൻ്റെ ഇടത്തിൽ ഒട്ടും മുഷിക്കണ്ട നമ്മളിരുവരും തിന്നാനിരിക്കായി ആയുധത്തിൽ. ഉടനെ തന്നെ രാജാവ് മുഖംമൂടിയൊക്കെ അണഞ്ഞിട്ട് വേഗം ബുന്യാമീൻ്റെ അടുത്തേക്ക് വരികയാണ്. ബുന്യാമീൻ്റെ അടുത്ത് വന്നിട്ട് ബുന്യാമീൻ്റെ മുമ്പിൽ അവിടെ ഇരുന്ന്, നിങ്ങൾ ഒരു പേടിയും പേടിച്ചണ്ട, നിങ്ങൾ ആ അണ്ണൻ്റെ അണ്ണന് പകരം ഞാനാണ് ഇവിടുത്തെ മിസ്രിലെ രാജാവാണ് ഞാൻ, നമുക്ക് ഉണ്ടാക്കും തിന്നാൻ ഈ സുപ്രയിൽ ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിരുന്നങ്ങിനെ ബുന്യാമീൻ തങ്ങളോടൊന്നിത്തതിന് പരിതാപമാൽ തിണ്ടവർ പിന്നെയും രണ്ടാളും ഒന്നിത്ത് രാവിൽ താമുകൾ മുൻവിധമാൽ. അങ്ങനെ രാവിലത്തെ പ്രഭാതം അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരം ഇതേപോലെ ബുന്യാമീൻ തനിച്ചപ്പോൾ ബുന്യാമീൻ്റെ അടുത്ത് രാജാവ് വന്നിരുന്നു. അങ്ങനെ നന്നേ സുഖത്തിൽ ഇരുവറുകൾ ചെന്നോരു റൂമിൽ വസിപ്പീനിരവിലിന്നേ. നാഥൻ വിധിക്കുടൻ എല്ലാവരും ചെന്ന് കിടന്ന് ബുന്യാമീൻ തനിച്ചിരുന്നേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി ഓരോരുത്തർക്കും ഓരോരോ സ്ഥലം കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തു. കടന്നുറങ്ങാൻ വേണ്ടി തല ചായ്ക്കാൻ വേണ്ടി ഒലിക്ക് അവിടെ കൊടുത്തു. അപ്പോഴും ബുന്യാമീൻ ഒറ്റക്കായി. ഓരോരുത്തർക്കും ഓരോ തുണുണ്ട്, 11 ആളാണല്ലോ. അങ്ങനെ ചെണ്ടൗടൻ ഭൂപാലൻ വന്നും ബുന്യാമീൻ്റെ ഇടത്തിൽ കോലിട്ടിരുന്ന് എന്താ പറഞ്ഞു, ചെണ്ടൂടൻ ഭൂപാലൻ അന്നും ബുന്യാമീൻ്റെ ഇടത്തിൽ അലിവോടിരുന്നടുത്ത് ചിന്തി മുഷിക്കണ്ട നമ്മൾ ഇരുവർക്കും ഇന്ന് വസിക്കാമീറുമകത്ത്. അപ്പോൾ അന്ന് ബുന്യാമീൻ ഒറ്റക്കൊരു റൂമിലാണ് പെട്ടത്. കാരണം മറ്റുള്ളവരൊക്കെ ഈ 2 ആളായിട്ട് അങ്ങനെ കൂടി രാത്രി കടന്നുറങ്ങുമ്പോഴേ ബുന്യാമീൻ അപ്പോഴും ഒരു റൂമിൽ തനിച്ചു. ആ സമയത്ത് രാജാവ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളുടെ റൂമിൽ വസിക്കാം, നിങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് ഞാനുണ്ട്. അങ്ങനെ എണ്ടും വിരുത്തിരിവരും വന്നൊരലങ്കാര റൂമിൽ കടന്നിരുന്നേ. ഏറ്റം മഹബത്തിൽ രാജൻ വിരുത്തി നിൻ്റെ ഏട്ടൻ ഞാനാവട്ടെ മുത്തേ ഇന്ന്. അങ്ങനെ ഒറ്റക്ക് തനിച്ച് കിട്ടിയപ്പോൾ രാജാവായ
യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ അനിയൻ ബുന്യാമീനാണുള്ളത്. ബുന്യാമീനോട് പറഞ്ഞു സ്നേഹത്തോടെ, ഞാൻ നിങ്ങളുടെ ജ്യേഷ്ഠനായിക്കോളാം, നിങ്ങളെ കാണാതെ പോയ ജ്യേഷ്ഠൻ ഞാനായിക്കോളാം, നിങ്ങൾ ദുഃഖിച്ചിരിക്കണ്ട, ഞാനാകട്ടെ നിങ്ങളുടെ ജ്യേഷ്ഠൻ എന്ന് യൂസുഫ് നബി അതാ കിടിലം കൊണ്ട് തൻ്റെ അനിയനായ ബുന്യാമീനോട് ചോദിക്കുന്ന സമയം ബുന്യാമീൻ പറയുകയാണ്, എൻ്റെതിൻ ബുന്യാമീൻ ലോകത്തുമൈകേള പോലെ തഹയില്ല തിട്ടമല്ലോ, എങ്കിലും റാഹീലിൽ യഅ്കൂബിനുണ്ടായ ചോരബന്ധം നമ്മിൽ കിട്ടൂലല്ലോ. ഉടനെ തന്നെ ബുന്യാമീൻ പറഞ്ഞത്, നിങ്ങളെൻ്റെ അഹിയാകട്ടെ കൂട്ടുകാരനാകട്ടെ എന്ന് പറഞ്ഞതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഭൂപതി രാജാവ് ലോകത്തില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തി ഈ അള്ളാഹിൻ്റെ ഭൂമിയിലില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ റാഹിൽ പ്രസവിച്ച യഅ്കൂബ് നബി അലൈഹി ഇസ്ലാമിലേക്കുണ്ടായ യൂസുഫ് നിങ്ങളാകുകയില്ലല്ലോ എന്ന് ബുന്യാമീൻ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് ബിണ്ടേ മൊളിക്കാരശൻ്റെ ഉള്ളിൽ കത്തി, നിൻ്റെ അണ്ടൻ ഞാൻ ചെന്നായി തിന്നിട്ടില്ല, വിങ്ങിക്കരഞ്ഞുടൻ കെട്ടിപ്പിടിത്ത് മണത്താറുത്ത് മുഷിത്തിടല്ല. ഉടനെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉള്ളു കത്തിപ്പോയി. ബുന്യാമീൻ ഇതാണ് പറഞ്ഞപ്പോൾ റാഹീലിനുണ്ടായ യഅ്കൂബിനുണ്ടായ ആ ചോരബന്ധം നമ്മളിൽ കിട്ടൂലല്ലോ എന്ന് പറഞ്ഞേക്ക് യൂസുഫിൻ്റെ ഉള്ളു കത്തി എന്ന് മാത്രമല്ല അവിടെ കള്ളി പൊളിക്കുകയാണ്. റൂമിൽ ആരുമില്ലല്ലോ. ബുന്യാമീനോട് പറഞ്ഞു, നിൻ്റെ അണ്ണനായ യൂസുഫ് തന്നെയാണ് ഞാൻ, എന്നെ ചെന്നായ ഭക്ഷിച്ചിട്ടില്ല, എന്നെ ചെന്നായ തിന്നിട്ടില്ല മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ബുന്യാമീൻ അനിയനായ ബുന്യാമീനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ആ രംഗം വിവരിക്കാൻ കവിയുടെ തൂലികക്കാവുന്നില്ല എന്നാണ് കവി അബ്ദുറൗദി മുത്തുക്കോയ തങ്ങൾ പറയുന്നത്. എന്നാലും മുത്ത് നബി യാരിൽ ബുന്യാമീൻ കണ്ടേ, അങ്ങനെ മുത്ത് നബി യാരിൽ ബുന്യാമീൻ കണ്ടേ, മോനെ കൊണ്ടുണ്ടായ ഹാലത്തൈവിൻ്റെ ഉത്ത് നബിയാരുടൻ തമ്പിയോട് ഉണ്ടായോ നിന്നിൽ നീ കാഹെന്ന് ചോട്. അപ്പോൾ